പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരു ഫ്രണ്ടിന് അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ്. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈത്തിപ്പഴപ്പ്. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എന്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. സുരേഷേ, ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഓക്കെ, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്താ ഫോൺ വിളിച്ചെടുക്കത്ത? അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? ഒന്ന് നീ ഫോൺ എടുക്കണം, ഫോൺ എടുക്കത്തില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പല പല കാര്യങ്ങളുണ്ട്, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നേരത്തെ നീ എടുത്തോണ്ടിരുന്നതോ ഫോണ്? കുഴപ്പമില്ല, പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ നീ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? ഞാനും പറയാം, എന്നോട് ഒരു 100 നാട് വെച്ച ഒരു പണിയുടെ കാര്യത്തിന് വന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. നീ അല്ലാതെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ, എന്റെ വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. നേരത്തെ പറയണമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള പ്രേമമാണെന്ന് എനിക്കറിയത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഇതാരാണ് നിന്റേത്? എന്റെ ഭാര്യ. നീ കല്യാണം കഴിച്ചില്ലെന്നല്ലേ എന്നോട് പറഞ്ഞേ? 2 പിള്ളേരില്ലോടോ, കൊച്ചു പിള്ളേരില്ലേ രണ്ടെണ്ണം. ഭാര്യ ഒന്നില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്? ഇപ്പൊ ഭാര്യയുടെ ഇപ്പൊ കടല്ലോ. അല്ല പറ, എനിക്കിപ്പോ 2 വേണ്ട. ഇവനിപ്പോ 2 വേണ്ട. 2 വേണ്ട. അതിന് ഞാൻ അവന് പഠിച്ച കേക്ക് പിന്നെ ആർക്ക് കൊടുക്കണം? പിന്നെ അവന് കൊടുക്കാൻ കൊണ്ടുവന്ന കേക്ക് ഞാൻ അവന് കൊടുക്കും. ഫോൺ വിളിക്കുന്ന അറിയത്തില്ലായിരുന്നു അങ്ങോട്ട്. എനിക്ക് എന്റെ വണ്ടിക്കൂലി വന്നാൽ ഞാനങ്ങ് പോകും. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. നീ കേക്ക് കുടിക്ക്. എനിക്ക് കേക്കും വേണ്ട, ഒന്നും വേണ്ട. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? പിള്ളേരില്ലോടാ, ആ ഒരു ചിന്ത. വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? എനിക്ക് ജലദോഷമുള്ള ചുമ്മാ ഒരു രസത്തിന് 2 അടിച്ച 1 ഫ്രീ. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? അയ്യോ, എന്തിനു കരഞ്ഞോണ്ട് പോന്നേ? അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. അയ്യോ, ചീത്ത ഒന്നും വിളിക്കാതെ. പുതിയതാ? കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ? നീ ആരെ കുണപ്പിക്കേണ്ട കാര്യമില്ല. നീ എനിക്ക് പിന്നെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പരിചയം അടി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഇവരെന്നോട് പറഞ്ഞ് ഒരു പണിയുടെ കാര്യത്തിനാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് തമ്മിൽ ഇരുന്നിട്ട് കേക്ക് കൊടുക്കാനാന്നാണ്ട് കേക്ക് മേടിച്ചോണ്ട് വന്നേക്കും. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന തോറ്റെന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ തെറി വിളിക്കല്ലേ ഒരു മനസ്സിനാണ് ഞാൻ. ഇല്ല, ഉണ്ട്, ഇല്ല. താൻ എന്തിനാ എന്നെ തല്ലിയത്? നോ റീസൺ. ഞാൻ വിചാരിച്ച് നടയടിയാണെന്ന്. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. ഞാൻ പൊക്കളെ. ഇല്ല, ഞാൻ പൊക്കളെ. എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. ഞാനെല്ലാം പറഞ്ഞതാ. അവളോട് രമ്യടുത്ത് ഞാൻ എല്ലാം എന്തോരം നക്ഷത്രങ്ങളെ എനിക്ക് കിട്ടും. ഞാനിപ്പോ ഏത് ഗ്രഹത്തിലാ? എന്റെ മോഹത്തിന് ഭാവമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നനച്ചും ആ കാലം കൊണ്ടായിരിക്കുള്ളൂ. ഇത് നന്നായിണ്ടേ. ഓ ദൈവമേ, ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി, ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.